മഴയാട്ട പെയ്യാൻ തരി. ഒരു 1000 രൂപ ഉണ്ടായിരുന്നു. ഇത് 400 രൂപയുണ്ട്. ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോയി തല വെച്ച് ഷെയറും കൊടുത്ത് കയ്യിരിക്കുന്ന പൈസയും കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിക്കുന്ന പരിപാടി. ഇതാടാ വീട്ടിടം ചിരിക്കണേ. എന്താ ഇതിന്റെ കല്യാണമായാ? മകളെ വേണ്ടാട്ടാ പറയായി ഈ പേര് പറഞ്ഞിട്ട് കളിയാക്കണേ. എങ്ങോട്ടാണ് സഞ്ചിയൊക്കെ തൂക്കി പുറത്തോണ്ട്? ഒറ്റ സാധനമല്ലടാ വീട്ടില്, കുറച്ച് സാധനം വാങ്ങിക്കണം. ഒരു 10,000 രൂപ മാറ്റി വച്ചിരുന്നതാണ് സാധനം വാങ്ങി. ആര് മാറ്റി വെച്ചിരുന്നു? അങ്കിള് മാറ്റി വെച്ചിരുന്നു? മാറ്റി വെച്ചല്ല, ഒരു കഴിഞ്ഞ ആഴ്ച അവളൊരു 5,000 രൂപ അയച്ച്. അത് അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് 500 വെച്ച് ഊരി അതിപ്പോ തീർന്നു. ഇപ്പൊ 400 ഇരിക്കണ്ടേ. 500 വെച്ച് ഊരി എവിടെ കൊണ്ടേ കളഞ്ഞ്? അയ്യേ ഇണി നോക്ക് മനസ്സിലായി. എന്റെ പൊന്നങ്കിളെ കൊറേ ആയില്ലേ, നിർത്തിക്കൂടി. നീ എന്താടാ പറയണത്? ഇപ്പൊ പഴയതുപോലെ അടിയൊന്നുമില്ല. വല്ലപ്പോഴും ഷെയർ കൊടുത്ത് വല്ല അടിക്കും. ഇത് എന്തിനാണ് ഒറ്റയ്ക്കല്ലേ വീട്ടില്? അങ്ങനെ ഇരിക്കും പല വിഷമങ്ങളാണ് കേച്ചു. തന്നെത്താൻ നമ്മൾ അടിച്ചു പോകുന്നു, വേണ്ടെന്ന് വിചാരിക്കും, പക്ഷെ നടക്കണില്ല. വിശ്വസിച്ചു അതൊക്കെ പോട്ട്. നീ എന്ത് വരാത്ത വഴി? ഞാൻ വന്നത് എന്റെ അങ്കിളിനെ കാണാൻ. പിന്നെ അങ്കിളാണെങ്കിൽ അങ്ങോട്ട് വരത്തൂല, പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് കാണണ്ടേ? ഇങ്ങോട്ട് വരത്തില്ലെന്ന്? അങ്ങോട്ട് പണ്ടത്തെ പോലെ അങ്ങോട്ട് അങ്ങ് വന്നു കൊടുത്താലും മതി. അങ്ങ് എടാ പണ്ടൊക്കെ എന്നെ കണ്ടുകഴിഞ്ഞാൽ എല്ലാം കൂടെ ഓടി വരൂലേ. ഇപ്പൊ നീയൊക്കെ വളർന്നുപോയി, വലിയ മറ്റന്മാരായിപ്പോയി. ഇപ്പൊ തലവട്ടം കണ്ട നമ്മളെ എങ്ങനെയും പറഞ്ഞു വിടണം. അതാണ് നിന്റെയൊക്കെ ചിന്ത. അതാണ് അങ്ങോട്ട് വരാത്ത, മനപ്പുറം വരാത്ത. എന്തോ നിങ്ങൾ അങ്ങനെ വർത്താനം? അങ്കിള് നമ്മുടെ സ്വന്തം ആളല്ലേ. സത്യം പറയടാ, എന്താടാ പ്രശ്നം? നാട്ടുകാരെ ഒന്ന് കുറെ ഇടി വാങ്ങിച്ചു തന്നെയാണ്. ഇവിടെ പഴയതുപോലെ അല്ല, വയസ്സായവരാണ്. വയ്യ, കാലിന്റെ മുട്ടോലും വയ്യ, കളിക്കല്ലേ. വയസ്സായെങ്കിലും കണ്ടാ പറയില്ല. നോക്ക്, താടിയൊക്കെ ഷേവ് ചെയ്ത് മുടിയൊക്കെ വെട്ടി വധിക്കി ഒരു ചുള്ളല്ലൂക്ക് ഇതൊക്കെ ആണെങ്കിലേ നീ മറ്റേ കക്ഷി ഓർമ്മ പറഞ്ഞു. നിന്റെ അച്ഛനെ ഇതിനെക്കാളും മിടുക്കണമെന്നല്ല വൈ. ഇത്രയും സോപ്പിടാൻ പറ്റില്ല അവന്. നീ മിടുമിടുക്കനാണ്, സോപ്പിടാൻ കാലായി. അങ്കിളുടെ ഒരു കാര്യം, നീ എന്താണ് ഇത്? നിന്റെ കൂട്ടുകാരനാണേ ഇടിക്കുന്നത് പിടിക്കുന്നത്. പോയി സാധനം വാങ്ങിച്ചിട്ടാ. എങ്ങോട്ട് പോണ്? എവിടെ പോണ്? എടാ വാടക കടയിൽ പറ്റില്ലാടാ. എന്തരന് അങ്കിളെ? ഞാൻ ഇത്ര ദൂരം നടന്നു വന്ന് എന്തരന്? അങ്കിളോട് കുറച്ചേരം സംസാരിച്ചോണ്ടിരിക്കാനല്ലേ? അങ്കിൾ ടക്കനെ ഞാൻ കടയിൽ പോയി കഴിഞ്ഞാ അവളെവിടെടാ? ആര്? മറ്റോള് അവളവളുടെ വീട്ടിൽ കാണും. എവിടെ കൊണ്ട് നിർത്തിക്കണ പോങ്ങളെ എവിടുന്ന് കളിക്കല്ലേ? ഇല്ലെന്ന് നോക്കുക, വീട്ടിലോട്ട് പോവാ. എന്താടേ വീട്ടിൽ നിന്ന് സംസാരിക്കാന്ന്? ബാക്കി ഇരിക്കുന്ന 400 രൂപ കൂടെ നീ തീക്കോടെ. ഞാൻ എന്തൊരു അങ്കിളിട്ടൊക്കെ നമ്മള് ബഡ്ഡയും പെട്ടിയല്ലേ. ഒരു വഴിക്ക് ഇറങ്ങിയാ കൂടെ അവിടെ വന്നോളൂ. എന്തിനെ നമ്മൾ രണ്ടുപേരും കറുപ്പ്. അതാര്? ആരാ? എവിടെ? നീ എന്തിനു മാച്ചിങ് അല്ലേ? നീയും കറുപ്പ്, ഞാനും കറുപ്പ്. ഇത് ടൈറ്റടേ, തുറന്നാലും നേരെ തുറക്കാൻ പറ്റൂല. അത് മഴയാകുമ്പോ കയറി അങ്ങ് ഇറിവി അടയും. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും വൃത്തിയായിട്ടാണ് ഇട്ടേക്കണല്ലേ. അക്കാര്യത്തിൽ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ അവൾക്ക് വീട് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളിൽ വരും, വീട് വൃത്തിയായിട്ട് കിടക്കണം നോക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും വീട് മൊത്തത്തില്. നല്ല വൃത്തിയായിട്ട് കിടക്കണമെങ്കിലേ ഭയങ്കര സന്തോഷമാണ്. അന്ന് പിന്നെ വിളിച്ച് രാവും പകലും ഒക്കെ സംസാരമാണ്. ഒരു രസമാണ് അത്. വൃത്തിയായിട്ടാ ജീവിതം. എന്റെ കാര്യം പറഞ്ഞേടേ. പിന്നെ ഇതുപോലെ ഒരിക്കൽ ഒരു അബദ്ധം പറ്റിയടേ. ഇതുപോലെ ഒരു മഴ സമയം അവൾ ഇതുപോലെ വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഇടിച്ചേറി പറഞ്ഞ് വീട് വൃത്തിയാക്കി ഇട്ടിരിക്കുന്നത് കാണിച്ചു തരട്ടേന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കാണിച്ച് വലിയ കാര്യം അടുക്കളയും കൂടെ ഞാൻ കാണിച്ചു കൊടുത്തു. അടുക്കളയിലോട്ട് പതുക്കെ ഇങ്ങനെ കയറി ആ സ്ലാബിന്റെ അവിടെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കാണിച്ച് ചെന്നപ്പോ കേശു തലേദിവസം അടിച്ച ഫുൾ അവിടെ ഇരിക്കുന്നു. ഞാൻ ടക്കൻ അവിടെ എത്തി സ്പീഡ് എടുത്ത് അവിടെ പറഞ്ഞ് റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുക്കൂ? ഞാൻ പറഞ്ഞു റിവേഴ്സ് എടുക്കാൻ. എന്തൊരു വണ്ടിയാ? റിവേഴ്സ് എന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ ഇങ്ങനെ ഈ കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ടുണ്ടല്ലോ, ടക്കന കുപ്പി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞ അതല്ല ഫോർവേഡ് എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ എടുത്ത് കുപ്പി എവിടെയായിരുന്നു? ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ല അവിടെ കുപ്പി അങ്ങനെ ഇല്ലായിരുന്നു. അവൾ പറഞ്ഞു ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്, മര്യാദയ്ക്ക് ബാസിയണ കുപ്പി കാണിക്കാൻ പറഞ്ഞു. കുപ്പി കാണിച്ചു കൊടുത്തു. തലേദിവസം അടിച്ചിട്ട് ബാക്കി 2 ഉണ്ടായിരുന്നു. എന്റെ പൊന്ന് കേശു,
ഒരാഴ്ച ചെവിതല കേൾക്കാൻ സമ്മതിച്ചില്ല. തെയ്തെന്നും പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നെ ഇനി പറയാവൊന്നുമില്ല. പോയി ചത്തുകളയാൻ തോന്നി ഞാൻ വേണം. സ്വാഭാവികം, അനുഭവിക്കണം, അങ്ങനെ തന്നെ വേണം. കേശുവേ, ഓ ഇന്ന് നീ സത്യം പറ, നീ വന്നത് എന്തിനാണ്? അങ്ങളെ ഞാൻ വന്നതേ എന്താന്ന് വെച്ചാലേ ചെറിയൊരു പ്രശ്നമുണ്ട്. ലച്ചുവേ, ശിവ, അവന്റെ സുന്ദരി കുട്ടി വരി. അങ്ങോട്ട് പോവും. എന്താണ് പരിപാടി? പുറത്ത് നല്ല മഴക്കോള് ചെറുതൊക്കെ അടിച്ച്. അത് ഉച്ചയ്ക്ക് ശേഷം ഒരു പരിപാടിയില്ല. ഞാനാണെങ്കിലേ ഇവിടെ ഒരു സാധനം ഇല്ല. സാധനം വാങ്ങിക്കാൻ പോകുമ്പോ ഇവൻ കയറി വന്ന് ഇവിടെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്താടാന്ന് വെച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ വെറുതെ വന്നേന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് സാധനം വാങ്ങിക്കാൻ പോവായിരുന്നു. അവസാനം എന്നെ പിടിച്ചതാ ഇവിടെ ഇരുത്തി. അതോ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് പ്ലാനൊക്കെ ഒന്ന് മാറ്റിയതാണ്? എന്തോന്ന് വെച്ചു പറഞ്ഞു? എന്തോന്ന് പ്ലാൻ ഒന്ന് കൊള്ളാല്ല. അതിന് പറയണ കൊള്ളാലോ. എടേ കേശു, എവര് നിന്റെ പുറകെ പറഞ്ഞ കാര്യം നീ എന്ത് എന്റെ അടുത്ത് പറയാത്തത്? അതേ ഈ നമ്മള് ഇങ്ങനെ മറ്റേ പറയാനായിട്ട് അവൻ അറിയത്തില്ലല്ലോ. ഞങ്ങള് വരുന്ന കാര്യം അവൻ അറിയത്തില്ലല്ലോ. അതങ്ങളെ ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ കുറച്ച് കഴിഞ്ഞ് പുറകെ ഞങ്ങൾ അങ്ങ് ഇറങ്ങി. മാത്രമല്ല ഭാസ്യങ്ങളെ കണ്ടിട്ടൊക്കെ കുറെ ആയല്ലോ, കാണണം എന്നൊക്കെ ഒരു തോന്നല്. ഇങ്ങനെ നോക്കണത് എന്തോരം ഉണ്ടല്ലേ? പിന്നെ എന്നെ കാണാൻ തോന്നും. കൊച്ചിലെ എല്ലാത്തിനും എടുത്തോണ്ട് നടന്നതല്ലേ. ഇപ്പൊ എല്ലാം വളർന്നങ്ങ് അഹങ്കാരങ്ങളായിപ്പോയത്. അഹങ്കാരം തോന്നും. അല്ല അഹങ്കാരം അല്ല, അതിന്റെ അല്ല. വളരുമ്പോ തോന്നും എല്ലാം ഈ നെഞ്ചിലെ വരും. ഇവിടെ നിൽക്കും അവസാനം ഇടിച്ച്. മനസ്സിലായ? അതാണ് മാമൻ. അങ്കിളെ വലിയ ഡയലോഗൊന്നും പറയണ്ട. അങ്കിളിനിപ്പോ പഴയതുപോലെ ഞങ്ങളുടെ അടുത്ത് സ്നേഹമൊന്നുമില്ല. പാർവേ, മാമന്റെ മുഖത്തേക്ക് അങ്ങനെ മാത്രം പറയല്ലേ. എനിക്ക് സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നീയും കൂടെ എന്നെ കരയിച്ചു കേട്ടാ. വായിക്കുവാ ഇങ്ങോട്ട് വന്നു. അവളെ എവിടെ ഇരിക്കും? മാമി മാമിയേ മാമി എന്തോ നീ പിള്ളേരെ വിളിച്ചിരുത്തി പടായി പറഞ്ഞോണ്ടിരിക്കുന്നേ? ഇതെന്തെല്ലാം കൂടെ? കേശേ, സത്യം പറടാ, നിന്നെ അവനെ വിളിച്ചു പറഞ്ഞില്ലടാ ഞാൻ തട്ടിപ്പോയെന്ന്? എന്താ നിങ്ങള് പറയുന്നേ? തട്ടിപ്പോയെന്നാ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്നെ വെറും കൈയോടെ ഒരു നിങ്ങൾ തോന്നണ്ട. റീത്തും കൊണ്ട് വരൂലേ? അങ്ങനെയാണെങ്കിൽ കാറും പിടിച്ചാൽ പടമൊക്കെ കൊണ്ടുപോയിക്കൂടെ? വെറുതെ പറഞ്ഞ മഴ വരുമല്ലേ. മാമി എല്ലാരും കൂടെ വന്നല്ല, എനിക്ക് അതാണ് പിടികിട്ടാത്തത്. என்னன்னா இது இப்படி எல்லாம் சொல்றீங்க? இவங்க சொன்னாங்க உங்க வீட்டுக்கு தான் வராங்கன்னு, அதனால நாங்களும் வந்தோம். ரொம்ப நாள் ஆச்சுல உங்களையும் பார்த்துட்டு. എന്താടേ കനക തമിഴ് മറന്നുപോയാ? എന്തൊക്കെ പറയുന്നു. എന്തായാലും എല്ലാരും വന്നല്ല മാമി. ഒരു കാര്യത്തിലേ ഉള്ളൂ എനിക്ക് വിഷമം. അതൊക്കെയാണ് ഒറ്റ സാധനമല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കണം. പൈപ്പിൽ വെള്ളം വരെ തീരാൻ പോണു. ഈ മാസം കറണ്ട് അടച്ചിട്ടില്ല. മഴയും വെളിയിറങ്ങാൻ വയ്യ. ദാരിദ്ര്യത്തോട് ദാരിദ്ര്യം. അത്രയ്ക്ക് ദാരിദ്ര്യം അങ്ങളെ? അടുക്കളക്കാര് നോക്കിയാണ് ഒന്നുമില്ല. പച്ചക്കറിയില്ല, മീനില്ല, ഒന്നുമില്ല. അതായത് കട്ടൻ ചായ ഇടാൻ പഞ്ചസാര പോലും ഇല്ല മാമി. അങ്ങനെയാണോ? എന്നെങ്കിൽ ഊണും കഴിച്ചിട്ടേ പോന്നുള്ളൂ. മീനും ഇറച്ചിയൊക്കെ മേടിക്കണം. അങ്ങനെയാണെങ്കിൽ കപ്പയും ബീഫും വേണം. അപ്പൊ ചോറും കറിയും വേണ്ടേ? വേണം. ചോറ് കറിയും വേണ്ട, പിന്നെ എല്ലാം വേണം. വെച്ചു നീ ഒരു കാര്യം ചെയ്. 1000 രൂപ കേശുവിന്റെ കൊടുത്തു വിടും. മീനും ഇറച്ചി എല്ലാം മേടിച്ചോട്ട് വരട്ടെ. നിനക്ക് ഞാൻ പിന്നെ തരാം. അന്ന് കേറിയപ്പോ തന്നെ ദാരിദ്ര്യം പറയുമല്ലോ അവന്. എടാ എടാ ദാരിദ്ര്യം പിടിച്ച് കിടക്കാൻ ഇവിടെ. അമ്മ പറഞ്ഞടാ പോയി വാങ്ങിച്ചോടാ സാധനം. ഒടേ പൈസ എന്നാ പിന്നെ 400 രൂപ. സത്യം പറ, എന്തിനാണ് പ്രശ്നം? ഞങ്ങൾ അങ്കിളിനെ കാണാൻ വന്നില്ലേ? പൈസ തരൂ, ഞാൻ പോയിട്ട് വരാം. സഞ്ചി എടുത്തോണ്ട് പോണം. നീ എന്തും കൊണ്ടുപോയി വാങ്ങിട്ട് വരും. അങ്കിൾ ഇപ്പൊ വരാമേ. മട്ടൻ വേണോ? ഉള്ളത് മാമി. ഓക്കേ മാമി ഇരിക്കാനാ വന്നത്. മക്കളെ മാമി കനവ നീ എവിടെ പോന്നു? എവിടെ? ഞാൻ എവിടെ പോണേ? അവിടെ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ അല്ലേ? പ്രത്യേകിച്ച് ഒന്നും ഇല്ലടാ. കഴിഞ്ഞ പ്രാവശ്യം എന്തോരം പഴുത്തിരുന്ന, പ്രാവശ്യം ഒരെണ്ണം പോലും ഇല്ല. അത് നോക്കി. ഏത്? ഇതാ ഇതാ അത് ഇല്ലടാ, പച്ച തന്നെയാ.
ഏയ് എന്താ രണ്ടും കൂടെ? ചേട്ടാ ഉം. കപ്പയും ബീഫും വാങ്ങിച്ചാ? പിന്നെ അതൊക്കെ മേടിച്ച്. അല്ല എന്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞ പച്ചക്കറി മേടിക്കണം. ആര് പോയി മേടിച്ചേ? അത് കനാൻഡി നേരത്തെ പോയി മേടിച്ചു. യേശു ബാസ്യങ്ങള് വൺ ഹാപ്പി. ഇനി ഹാപ്പി ആവാൻ പോകുന്നേ ഉള്ളു. ആ പാവത്തിന് അറിഞ്ഞൂടല്ലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ആ അതെ പിന്നെ വൈകിട്ടാവുമ്പോ അങ്ങ് പോണം കേട്ടോ എല്ലാവർക്കും കൂടെ. അയ്യോ വൈകിട്ടാവുമ്പോഴേ പോവാൻ പറ്റത്തുള്ളൂ. അടുക്കളയില് തിമിർത്ത് പണി നടക്കുമല്ലേ. ആ ഞാനേ കപ്പയും ബീഫും കൊണ്ട് കൊടുത്തിട്ട് ദാ പറഞ്ഞു വന്നേടാ വാ ചോദിക്കട്ടെ. വേണ്ട മേടിച്ച് അതൊക്കെ കണ്ട് ബോധിച്ച്. ആ. അല്ല പോയിട്ട് കുറച്ചു നേരം ആയല്ലോ. എവിടായിരുന്നു കേശു എത്ര നേരം? ഇവിടുന്ന് അവിടെ വരെ നടന്നു പോണ്ടേ? നടന്നു പോയി കപ്പ മേടിക്കണം. കപ്പ നോക്കി കണ്ടും മേടിക്കണം. ചിലപ്പോ കല്ലിച്ച കപ്പയാണെങ്കിൽ പറയാൻ പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഫ് മേടിക്കാൻ ചെന്നു. അപ്പോ തിരക്കെന്ന് പറഞ്ഞാലും പോരാ, ഹിമാലയം തിരക്ക്. നേരത്തെ ക്യൂ നിൽക്കല്ലേ. അതിനിടയ്ക്ക് ഞാൻ വെട്ടാൻ നിൽക്കണം. മാമ സ്ഥിരം നിൽക്കണം. മാമ എല്ലാം തോന്നുന്നു. അങ്ങനെ അറിഞ്ഞൂടോ വെട്ടാ അറിഞ്ഞൂടോ? അയ്യോ പിന്നെ നീ കയറി വെട്ടിയോ? ഇല്ലടി അവര് എന്നെ വെട്ടി തന്നു. സമയം കുറച്ചെടുത്ത അതാ പറഞ്ഞു. വഴി വെച്ച് ആരെങ്കിലും കണ്ടു കാണും. അങ്ങനെ വഴി വെച്ച് ആരെയും കാണാനുള്ള സാധ്യത ഇല്ല. ചിലപ്പോ വഴിയിലേക്ക് ആരെങ്കിലും വിളിച്ചു വരുത്തി കണ്ടു കാണും അല്ലേ? മാറോ ശിവ, നിങ്ങൾ എന്താ പറഞ്ഞു പറഞ്ഞേ? ഞാൻ മെറിലിനെ വിളിച്ചു വരുത്തി അവിടെ വന്ന് അങ്ങനെ കണ്ടെന്നാണോ? ആണോ ആണോ? ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ആണെങ്കിൽ തന്നെ എന്തിനാണ് പ്രശ്നം? ഞാൻ അവളോട് 2 മിനിറ്റ് സംസാരിച്ചു. ഇതൊരു പ്രശ്നമാണോ? അവൾ അവിടെ ബ്യൂട്ടി പാർലറിൽ ഇറച്ചി മേടിക്കാൻ വന്നിരുന്നു. ബ്യൂട്ടി പാർലറിൽ എന്തിനു വാങ്ങാൻ വന്നു? ഇറച്ചി മേടിക്കാൻ വേണ്ടി വന്നിട്ട് ബ്യൂട്ടി പാർലർ എന്തോ കയറി. നിനക്ക് എന്താ കയറാണ് ശിവ? ബീഫ് കഴിക്കണ്ടേ? നിനക്ക് കപ്പ വേണ്ടേ? ഓണത്തിനിടയ്ക്കാണ് പുട്ടച്ചോടം. ഇത് ഓണത്തിനിടയ്ക്ക് പുട്ട് കഴിച്ചാ പറ്റൂലേ? പോയിട്ട് ബീഫും കപ്പയും കഴിക്കുമ്പോ ചെല്ല്. ആടി 1 മണിക്കൂർ മുള്ളിനോട് ചൊല്ലിക്കൊണ്ടിരുന്നത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്നപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എന്റെ ബർത്ത്ഡേ അല്ലെന്ന്, അച്ഛൻ്റെ ആണ്ടും അല്ലല്ല. லெச்சு என்ன லெச்சு இப்படி வச்சிருக்க உள்ளிய? അത് കണ്ണെരിയാതിരിക്കാനുള്ള നിഞ്ച ടെക്നിക്ക്. പണ്ടത്തെ ചെറിയുള്ളിക്കാണ് ചെറിയുള്ളി. എന്റെ തൊലി ഇങ്ങനെ പൊളിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ കണ്ണിന്നൊക്കെ കുടുടാന്ന് ഒഴുകി തുടങ്ങും. പണ്ടത്തെ ചുവന്നുള്ളിയായിരുന്നു ചുവന്നുള്ളി. ഇപ്പോഴത്തെ എന്തോ അതാണ്ട് കണ്ടില്ലേ, വെളാന്നിരിക്കുന്ന ഒരുമാതിരി കോമള പോലെ ഇരിക്കുന്നു. അത് ഞാനും എൻ്റെ അളിയനും കൂടെ ബീഫ് വയ്ക്കാൻ നിൽക്കുമ്പോൾ 2 കിലോ ബീഫ് ഉണ്ടെങ്കിൽ 1 കിലോ ചെറിയ ഉള്ളി കാണും. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കും. നല്ല എരിവിനാണ് വയ്ക്കുന്നത്. വച്ചിട്ടേ 2 അടിച്ചോണ്ട് ബീഫിന്റെ മുമ്പ് ഇരുന്നാ ഉണ്ടല്ലേ. എന്തിന് അടിക്കണേ? എന്തിന്? നല്ല ആഹാരം പോലെ അല്ലേ യേശു? എന്തരല്ലേ യേശു? ഞാൻ തരുന്നത് ഞാൻ ഇപ്പൊ ഒന്നല്ലേ ഉള്ളു. ബീഫും കപ്പയും മേടിച്ചിട്ടുണ്ട്. എവിടുന്ന് വാങ്ങിച്ചേ? കടയിൽ മേടിച്ചേ. നീ അതെവിടെ വാങ്ങിച്ചത്? ബീഫ് കടയെന്നല്ല പിന്നെ വേറെ എവിടെ ബീഫ് കിട്ടേ? ഇവിടെ നോക്കി തന്നെ വാങ്ങിച്ചത്. ഇതൊരുമാതിരി മുറ്റനാണെന്ന് തോന്നുന്നു. നല്ല കിളുന്ന സാധനമാണ് വാങ്ങിക്കാനുള്ളത്. ബിഗ് ഷോപ്പർ കണ്ടിട്ട് മുറ്റിനാണെന്ന് അങ്ങനെ പറഞ്ഞു. കിളുന്ന സാധനം നോക്കി മേടിക്കാൻ എനിക്ക് അറിഞ്ഞൂടെ? അത് കണ്ടപ്പോ എനിക്ക് തോന്നി. എന്നാലും നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങോട്ട് വന്നൂട്ട് കളയൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വന്നൂട്ട് കളഞ്ഞല്ലെന്ന് അത് അങ്ങോട്ട് പറയുന്ന വാക്കാണ്. അങ്ങളെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ജീവിതത്തിൽ നടക്കുന്നേ. കറക്റ്റ്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കുന്നത്. ലച്ചുവിന്റെ കാര്യം തന്നെ നോക്കിയാണ്. വീട്ടിൽ കിടന്ന ആലമ്പും ബഹളവും നടത്തിക്കൊണ്ടിരുന്ന ലച്ചുവിന് ഈ കുഴിപ്പള്ളത്തിൽ ഇത്രയും നല്ല ബന്ധം കിട്ടില്ലേ, നല്ലൊരു പയനെ കിട്ടില്ലേ? അവന്റെ വിധി, അവന്റെ ഭാഗ്യമൊന്നും. അതെ 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 അതെ, വിധിയെ തടുക്കാൻ ആർക്കും പറ്റൂലല്ലോ. അയ്യോ ബ്രഹ്മാവിന് പോലും പറ്റൂല. നീ എന്താ ഇടയ്ക്കിടന്ന് മുക്കണത്? பாசியண்டா நீங்க ஒண்ணு செய்யுங்க. இன்னைக்கு நல்லா சாப்பிட்டு நல்லா தூங்கி எழுந்திருச்சு ட்ரெஸ் எல்லாம் செஞ்சு ஸ்மார்ட்டா இருங்க. അതിനങ്ങനെ ഇരിക്കുന്നത്? ഇന്നിവിടെ പെണ്ണാണല്ലോ ഉണ്ടാ. അതാ നീട്ടിയാതിരിക്കുന്നത്. ഒന്നുമില്ല, നീ ചുമ്മാ ഇരുന്നാ മതി. എന്തിനാ വെച്ചേ? എന്ത് ആ കുടുംബത്തിൽ ചെന്നവരെ അവരെ നശിപ്പിച്ച് ഇവിടെ തുറന്ന് ചിരി.
ചിരിയൊക്കെ അങ്ങ് നിക്കും. നീ എന്താ എന്റെ മുഖത്തൊക്കെ നവരസം കാണിക്കണേ? എന്തെങ്കിലേ എനിക്ക് എന്റെ ബാസുകളുടെ മുഖത്ത് നോക്കിക്കൂടായോ? വാസികളുടെ മുഖത്ത് പെട്ടെന്ന് ആവട്ടെ, വർത്താനങ്ങളെ പറഞ്ഞിരിക്കാതെ. എന്തിനത്? ഇല്ല, ഇനി ഈ മുഖം ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ആര് കണ്ട്? കാശു ഇങ്ങോട്ട് വേണ്ടേട്ടാ, കൊറേ കണ്ടതാണ്. ഈ ഇടക്കൊന്നും ഇങ്ങോട്ട് നടക്കൂല. ഹലോ, എവിടായി? ഇവിടെ ഞങ്ങളെല്ലാം ഉണ്ട്. ഞാനും കനകാന്റി, ലച്ചേച്ചി, അമ്മൂമ്മ, പാറു, ശിവ എല്ലാരും ഉണ്ട്. എവിടായി? എത്ര രൂപയാ? ആണാ? ശരി ശരി ശരി, ഓക്കെ ഓക്കെ, വെയിറ്റിംഗ്. ശരി, എന്തേ നമുക്ക് പോവാ സമയായി. ആണോ? എന്നാ പോയല്ല, സമയം കണ്ട എല്ലാരും വിളിക്കാം. എടാ, എന്താ എന്തായാലും ഇത്രയായില്ലേ, ബാക്കിയും കൂടെ കണ്ടിട്ട് പോവാ. ചേച്ചി, എനിക്ക് ഇവിടെ നിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല, ഭയങ്കര പ്രശ്നമാവും. എന്താ ഞാൻ വന്നപ്പോ സംസാരം നിർത്തി കളഞ്ഞ? ഞാൻ വന്നപ്പോ സംസാരം നിർത്തി തന്ന്. സംസാരം നിർത്തിയില്ലല്ലോ, എന്തു പറ്റി? എന്താ എന്തോ ഉണ്ടല്ല, എനിക്ക് മനസ്സിലായി സംഭവം പിടികിട്ടി. എടാ കാശു, നീ എന്തോ പ്രശ്നം ഉണ്ടാക്കി. വീട്ടിൽ പോലീസ് വരുമെന്ന് വിചാരിച്ചാണ് എല്ലാം കൂടെ ഇങ്ങി വന്നത്. ഇപ്പൊ ആ പ്രദേശം മുഴുവൻ പോലീസ് വളഞ്ഞ്. പോലീസ് ഇപ്പൊ ഇവിടെ എത്തും. എടാ എന്താടാ പ്രശ്നം? ശിവ, എന്തൊരു പ്രശ്നം? അങ്കിൾ എങ്ങനെ കണ്ടുപിടിച്ചേ? അങ്കിള് കേക്കണം, എവനെ കണ്ട ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ആണ്. എവനെ മാത്രമല്ല, നമ്മള് ഫുള്ള് വീട്ടുകാരെയും കണ്ണി കണ്ട അപ്പ വെടിവെച്ചോളാനാണ് ഓർഡർ. അതുകൊണ്ട് നമ്മൾ പേടിച്ച് വരച്ചാണ് കെട്ടി ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അഞ്ച് പോയ അങ്കിളെ ചുമ്മാ. അല്ല, അങ്കിൾക്ക് ഇപ്പൊ എന്താണ് പ്രശ്നം? നമ്മൾ വന്നതാണോ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞാ കൊച്ചേ? അങ്കിളുടെ സംശയരോഗം ഒരിക്കലും മാറൂല. ഒരിക്കലും മാറൂല. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ. പിന്നെ നിങ്ങളൊക്കെ എപ്പോ പോണ്? എപ്പോ പോണെന്ന്? ഞങ്ങള് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? എനിക്കെന്താ പ്രശ്നം? ഞാൻ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഇവിടെ നിൽക്കുക, കിടക്ക, എന്തിനാണോ ചെയ്യും? കൊള്ളാൻ പാറു. അധികം വൈകാതെ ഇവിടെ ഒരു വിസ്ഫോടന സംഭവം. டே கேசு, நம்ம வந்தது ரொம்ப ஏர்லின்னு நினைக்கிறேன். நம்ம வீட்டுல போயிட்டு திரும்பி வரலாமா? എന്റെ കനകാൻ ഇനി പോയിട്ട് വരാനുള്ള സമയമൊന്നുമില്ല. എന്താടാ എന്താടാണെന്ന് വിളിക്കുന്നത്? എന്തര് പുഷ്പ കേശു, വിഷ്ണുദാന്റെ എടാ നീ വലിയ ചെക്കനാടാ. മീശയൊക്കെ വന്ന് ഇവനെ കെട്ടിച്ചാലോ? ലച്ചുകുട്ടി, മുടിയൊക്കെ കുറച്ചോ? നീ വെട്ടി സ്റ്റൈലായി പോയിട്ടോ. അയ്യോ ശിവമോളെ, നീ വലുതാടാ, എല്ലാരും വലുതായി. പാരക്കുട്ടി, ആന്റിയുടെ പാരക്കുട്ടി, ബബ്ലി ഡോളി. ആന്റി അറിയോ? പുഷ്പാന്റിയാ. പക്ഷെ പുഷ്പാന്റി ഉണ്ടല്ലോ, ഫ്ലവർ അല്ല, ഫയറാ. ഫയറ് കളിക്കണ്ടേ നമുക്ക്? അമ്മ സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. നോക്ക് സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. കനക ഇവിടെ തന്നെ ഉണ്ടല്ലേ? இங்க இல்ல, பாரமட வீட்டுல. മോളെ, വന്ന കാലം നിക്കാതെ ബാ, അകത്തിരുന്ന് സംസാരിക്കാം. വന്നാട്ടെ.
പിന്നെ അല്ലാതെ ഞാൻ അമ്മേനെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലേ. വാ പൊളിക്കാം നമുക്ക്, വാ. എവളെന്നെ കണ്ടില്ലേടേ, ഒന്ന് നോക്കിയ കൂടെ ചെയ്തില്ലല്ലോ. ജാട ഇറക്കിയായിരിക്കും. എടാ ഇതാണല്ലേ രാവിലെ നീയൊക്കെ എല്ലാം കൂടെ എന്നിട്ട് വെട്ടളക്കിയത്. ഒരു വാക്ക് പറഞ്ഞടാ നീ. സർപ്രൈസ്. ചതിയൻ സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഒരു സുഖമേ അത് എവിടെ പോയാലും കിട്ടത്തില്ല. പുഷ്പലത ആന്റി, ആന്റി അവിടെ ഉള്ള എല്ലാവർക്കും സുഖമല്ലേ? സിംഗപ്പൂരുള്ള എല്ലാവർക്കും സുഖമാണ് മോനെ. അല്ല പിന്നെ ആന്റി വരണ കാര്യം അവിടെ തിരുവല്ല വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ? എല്ലാരെയും വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ വന്നത്. എല്ലാരെയും വിളിച്ചു പറഞ്ഞപ്പം എന്നെ വിളിച്ചു പറയാത്തത് മനസ്സിലായി? സർപ്രൈസ് സർപ്രൈസ് തീരുള്ള പരിപാടിയാണ് സർപ്രൈസ്. എന്ത് സർപ്രൈസ്? അല്ല, നമ്മളെയൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. നമ്മളോട് പ്രത്യേകം പറഞ്ഞ് ഒരു കാരണവശാലും ആന്റി വരുന്ന കാര്യം ബാസി ഞങ്ങൾ അറിയരുതെന്ന്. അതുകൊണ്ടല്ലേ നമ്മൾ പറയാഞ്ഞത്. നമ്മളെന്ന് പറഞ്ഞ ആരെ വിളിച്ചു പറഞ്ഞ? രണ്ടാമത് എന്നെ വിളിച്ച്, ആദ്യം ചേച്ചിയെ വിളിച്ചു. അതങ്ങള് ഞാൻ ആന്റി അടുത്ത് ഞാൻ ചോദിച്ചത് അങ്ങളുടെ അടുത്ത് പറയണ്ടേന്ന്. അപ്പൊ ആന്റി അല്ലേ പറയാ കാലന്റെ അടുത്ത് പറയണ്ടാന്ന്. പുഷ്പു എന്തോ നോയിക്കൊണ്ടിരിക്കുന്ന ആ പെട്ടിയൊക്കെ പോയി എടുത്തോണ്ട് വന്നൂടെ? നേരത്തെ പറഞ്ഞ ഞാൻ എപ്പോ എടുത്തേ? മോളെ, കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഞങ്ങൾക്ക് അറിയാമല്ലോ. എന്നാലും വരുന്ന കാര്യം അവനെ വിളിച്ചൊന്ന് പറയായിരുന്നു. അമ്മേ, ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ്. ഒരു തവണ സർപ്രൈസ് കൊടുക്കാന്നും പറയും ഞാൻ ഇങ്ങോട്ട് കയറി വന്നു. എന്താ കണ്ടേന്നറിയാവോ? ഈ അയൽവക്കത്തുള്ള കുറെ പിള്ളേരെ പിടിച്ചെടുത്തൊരു ഗംഭീര പാർട്ടി കിടക്കുന്നു. സഹിക്കോ എനിക്ക്? എന്നെ കണ്ടതും അവന്മാരെല്ലാം കൂടെ ഇറങ്ങി അങ്ങ് ഓടി. അന്ന് ഒരുത്തനെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ അന്ന് തന്നെ എല്ലാ കാര്യത്തിലും ഞാൻ തീരുമാനമാക്കിയതായിരുന്നു. അപ്പൊ ബാസിയണ്ണ? ബാസിയണ്ണനാണ് ആദ്യം ഇറങ്ങി ഓടിയത്. ആ ഓട്ടം എവിടെ ചെന്ന് നിന്നറിയാവോ? അങ്ങ് പ്രാവച്ചമ്പലത്തില്. പിന്നെ ഞാൻ വിളിച്ച് തറപ്പിച്ച് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നു. അന്നാണ് അങ്ങേര് തിരിച്ചു കയറി വന്നത്. പിന്നെ ആന്റിക്ക് ആന്റിയുടെ വഴി, അങ്കിളിന്റെ വഴി. ഇനി മോളെ, ഇങ്ങനൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? പാവല്ല ബാസിയണ്ണ. ആരാ പാവം? അറിഞ്ഞൂടാത്തോണ്ടാണ്. പറഞ്ഞാ കൂടിപ്പോവും. നീ കൂടെ വരൂന്ന് ഞാൻ വിചാരിച്ചു. എല്ലാം നശിപ്പിക്കും. കുപ്പി വല്ലതും അകത്തുണ്ടായിരുന്ന? പൊട്ടണ വല്ലതും അകത്തുണ്ടായിരുന്നാന്ന്? കാലിന് കുത്തി കയറി മുറിയും, അതുകൊണ്ട് പറഞ്ഞത്. വീടും നശിപ്പിച്ച്, പെട്ടി നശിപ്പിച്ച്, എല്ലാം നശിപ്പിക്കും. എന്റെ ജീവിതം നശിപ്പിച്ച്. പുഷ്പു എന്താ പുഷ്പു? അതൊക്കെ വിട്. എന്തോന്ന് ആന്റി? എന്തോന്ന് ആന്റി? കൊറേ നാൾക്ക് ശേഷം വന്നതല്ലേ. ആന്റിക്ക് വേണ്ടി ഇവിടെ സ്പെഷ്യൽ ആയിട്ട് കപ്പയും ബീഫും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആന്റിക്ക് എന്നെ ബീഫ് ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്റെ പൊന്നെ, ബീഫ് ഇഷ്ടതാ. ഇതുപോലൊരു ബീഫ് വെച്ചാൽ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. ഇനി ഉലത്തി വെച്ചാലും വറുത്ത് വെച്ചാലും കറി വെച്ചാലും അപ്പം എടുത്തട്ടിക്കോളൂ. എന്തിന്? പച്ചയ്ക്ക് വെട്ടിക്കൊടുത്താൽ മതിയല്ലേ. ഒരു ദിവസം നമ്മൾ ഈ രണ്ടും കൂടെ തിരുവനന്തപുരത്തോട്ട് പോണ കേട്ടാ. അപ്പൊ അവിടെ ഒരു പറമ്പിലിട്ട് വെട്ടുന്നു പോത്തിനെ. 2 വലിയ കാല്. ഞാൻ ചെന്ന് ചാടിയൊക്കെ വിട. ആന്റി 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 ഒരു കാര്യം ചെയ്യണം. ഇത്രയും ദൂരം ട്രാവലൊക്കെ ചെയ്ത് വന്നതല്ലേ, ആന്റി ചെന്ന് ഒരു കുളിയൊക്കെ അങ്ങ് പാസ്സാക്ക്. എന്നിട്ട് വയറ് നിറയെ നല്ല ചൂട് കപ്പയും ബീഫും ഒക്കെ കഴിച്ചിട്ട് റെഡി ആയ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇന്ന് മിഠായി എടുക്കണ്ട, നാളെ എടുത്താ മതി അല്ലേ ചേട്ടാ? മക്കളെ പാറു, ആന്റി ഇന്ന് അങ്ങ് തിരുവല്ലാക്ക് പോവുക. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ആന്റി വീട്ടിലോട്ട് വരുന്നില്ല. മറ്റന്നാ ആന്റി തിരിച്ചു വരും. അപ്പൊ മക്കളെ വീട്ടിൽ വന്ന് മിഠായിയൊക്കെ തരാം കേട്ടോ. മക്കളെ, നിങ്ങളുടെ വെപ്രോളം കാണിക്കാതെ നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ട് വരട്ടെ. എന്നിട്ട് മുട്ടായി കൊണ്ട് അങ്ങനെ വരാം. വേറെ ആർക്കും കൊണ്ട് കൊടുക്കായി നിങ്ങൾക്കല്ലാതെ. അപ്പൊ നിങ്ങൾ പോണില്ലേ? എവിടെ? അങ്ങ് പ്രാവച്ചമ്പലത്തിലോട്ട്. പ്രാവശ്യമ്പലത്തോട്ടാ? നമ്മൾ ആദ്യം ഒരുമിച്ച് അങ്ങ് തിരുവല്ലാക്ക് പോവില്ലേ? അവിടെ നിന്നല്ലേ നമ്മൾ ഒരുമിച്ച് പ്രാവശ്യമ്പലത്ത് പോണത്. ഞാൻ ഓരോടത്തും വരുന്നില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി.
എന്തോന്ന് പുഷ്പു? മോളെ വന്ന് കേറി ഉടനെ ഇങ്ങനെ അവനെ വിഷമിപ്പിക്കല്ലേ. അതെ, അലമ്പാവല്ലേ ആന്റി, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ആ, നമുക്ക് അടിച്ചു പൊളിക്കാം. ഇങ്ങനെ അടിച്ചിറക്കിയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. പുഷ്പേ, എന്തോന്ന് പുഷ്പു? ഞാൻ അങ്ങ് സിംഗപ്പൂരിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ എന്റെ ഇവിടുത്തെ അഡ്വക്കേറ്റിനെ വിളിച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി. ഇനി ഡിവോഴ്സ് ഇല്ലാതെ ഞാൻ ആ സിംഗപ്പൂരോട്ട് കാല് കുത്തത്തില്ല. അതെന്ത് ഡിവോഴ്സ് ഇല്ലാതെ അങ്ങോട്ട് കേട്ടത്തില്ലേ? മോളെ, ആന്റി ഇപ്പം പഴയ പുഷ്പയല്ല, ഫയറാണ്. അമ്മ